അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ജോബിയുണ്ട്, എൻ്റെ ഷിനോദ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. അപ്പം വേറൊരു ഫ്രണ്ട് വന്നിട്ടുണ്ട്, ആനന്ദ്. അവനും വന്നിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടി. അന്നേരം വിളിച്ചാണ്, പെട്ടെന്ന് വന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. കുറച്ച് ചോറുണ്ട്, മീൻ വറുത്തതുണ്ട്, മത്തിക്കറിയുണ്ട്, മത്തി വറുത്തുണ്ട്, കുറച്ച് കപ്പ, കുറച്ച് മോരുകറി. അപ്പോൾ ഇത്രയാണ് ഉണ്ടാക്കിയത്. അപ്പം ഇപ്പോൾ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം ഞാനാണ് ഉണ്ടാക്കിയതല്ല, മോരുകറി ജോബി ഉണ്ടാക്കി, മീനെല്ലാം കപ്പി ഞാനാണ് ഉണ്ടാക്കിയത്. കൊള്ളാം എന്ന് അവരൊക്കെ പറയുന്നുണ്ട്. നോക്കാം. കുറച്ച് ചോറെടുത്ത് ഞാൻ, കുറച്ച് കപ്പ എടുത്തു, കുറച്ച് മോരുകറി എടുത്തു, കുറച്ച് മീൻ കറി. മീനിൻ്റെ ചാറ് അങ്ങനെ എടുക്കുന്നില്ല ഞാൻ, മീൻ മാത്രമേ എടുക്കുന്നുള്ളൂ. എരിയാണ്, ഇപ്പോൾ എരി കൂട്ടാത്തതുകൊണ്ട് മീൻ മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. കൂട്ടത്തിലൊരു വറുത്ത മീനും എടുത്തിട്ടുണ്ട്. കുറച്ച് അച്ചാർ. എനിക്ക് അച്ചാർ കൂട്ടരുത് സത്യം പറഞ്ഞാൽ, കാണിക്കാൻ വേണ്ടി എടുത്താണ് കേട്ടോ. കുറച്ച് അച്ചാർ എടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് കഴിച്ച് നോക്കാം അല്ലേ. അപ്പം വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ കൊടുക്കുന്നുണ്ട്, ഞാൻ കഴിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട്. വയറിങ്ങനെ കാണുന്നുണ്ടല്ലേ. കുറച്ച് മത്തി എടുക്കുക, കുറച്ച് കപ്പ എടുക്കുക, കുറച്ച് വറുത്ത മത്തി എടുക്കുക, കൂട്ടത്തിൽ കുറച്ച് അച്ചാർ, കുറച്ച് മോര് കൂടെ ഇട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് എന്താ പറയുക, ചാറ് ഒഴിക്കുന്നില്ല, അതിങ്ങനെ ഇളകി കഴിച്ചാൽ മതി കേട്ടോ. അടിപൊളിയാണ്. സൂപ്പർ 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 സൂപ്പർ. നല്ല രസമുണ്ട് കേട്ടോ. ചാറ് കൂട്ടിയില്ലെങ്കിലും അങ്ങനെ കൂട്ടി, ചാറ് കൂട്ടി അവരൊക്കെ കഴിക്കുന്നുണ്ട്. കുറച്ച് നേരം ഞങ്ങളെല്ലാം വർത്താനം പറഞ്ഞ് അടിച്ച് പൊളിച്ച് ഇങ്ങനെ കഴിച്ച്. അവർ കപ്പ മാത്രമേ എടുത്തിട്ടുള്ളൂ, ചാറും. നല്ല കറിയൊക്കെയാണെന്ന് പറയുന്നു, മത്തിക്കറിയൊക്കെ. ഞാൻ പെട്ടെന്ന് കുറേ ദിവസമായി ഞാൻ മുളകിട്ട കറി ഉണ്ടാക്കിയിട്ട്. സാധാരണ മുളകിടാതെ കുരുമുളക് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. ഇപ്പം കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഞാൻ കൂടുതലും കറികൾ ഉണ്ടാക്കുന്നത്. പൊതുവെ ഞാനിപ്പോൾ അങ്ങനെ വെക്കാറില്ല, നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വേണ്ടി വെക്കുന്നേ ഉള്ളൂ. കുഴപ്പമില്ലായിരുന്നു. എല്ലാവരോടും കൂടി ഇരുന്ന് കഴിച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പം അടിപൊളിയായിരുന്നു. മീൻ വറുത്തൊക്കെ നല്ല മുറിയാതെ നല്ല രീതിയിൽ വറുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളിയായിരുന്നു. നിങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് കഴിച്ച് നോക്കണം കേട്ടോ. പെട്ടെന്നുണ്ടായൊരു സംഭവമാണ് കേട്ടോ. അവൻ വരുന്നെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ ഓടിച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്ത് കാണട്ടോ. കുറേ നേരം ഇങ്ങനെ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അടിപൊളിയായിരുന്നു. ഞാൻ കുറച്ചേ കഴിച്ചെന്നുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇരുന്നിരുന്ന് ഇങ്ങനെ വർത്താനമൊക്കെ പറയാതെ കഴിച്ചു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ വെച്ച് കഴിക്കാനും ഒരു രസമാണ്, പക്ഷേ മെനക്കേടാണ് കുറേ. പക്ഷേ പെട്ടെന്ന് ഞാൻ രാവിലെ ഞാൻ എണീച്ചപ്പം തന്നെ ചോറൊക്കെ വെച്ച് റെഡിയാക്കിയായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഉണ്ടായി. പെട്ടെന്ന് ഇത്രയല്ല, കുറേയൊക്കെ ഉണ്ടാക്കുന്നത് സാധാരണ, പക്ഷേ വേറെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ആയതുകൊണ്ട് നോക്കട്ടെ. ഇനി അടുത്ത വീഡിയോസിൽ ഞാൻ നല്ല നല്ല ഫുഡ് ഉണ്ടാക്കി കാണിക്കാൻ ശ്രമിക്കും. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാം കേട്ടോ. കാരണം നിങ്ങളാരും കമൻറ്റും ഒന്നും ഇടുന്നില്ല. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കുറേ നേരം ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ വീഡിയോ ഓണാക്കി വെച്ചത്. അതുകൊണ്ട് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കട്ട് ചെയ്യാനൊന്നും പോയില്ല, അത് ഞാനിങ്ങനെ കുറച്ച് സ്പീഡാക്കിയിട്ടാണ് എടുക്കുന്നത്. എന്തായാലും ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് വെക്കുന്നതിൻ്റെ റെസിപ്പി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ആനന്ദിന്. ഞാനിങ്ങനെ എന്തൊക്കെയാണ് കപ്പ എങ്ങനെ വെച്ച് അതിൽ എന്തൊക്കെ ഇടണം, മീൻകറിയിൽ എന്തൊക്കെ ഇട്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ഫുഡ്. എല്ലാവരോടും വർത്തമാനം പറഞ്ഞ് കൂട്ടത്തിരുന്ന് കഴിക്കാൻ ഒരു രസമാണ് ഈ അവസ്ഥയിൽ. എന്നാലും എല്ലാവരും ചോറൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കഴിഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റിലത്തെ ലുക്ക്. പ്ലേറ്റിൻ്റെ ലുക്കാണ് കേട്ടോ. അടിപൊളി. കുറച്ച് ചോറുണ്ട്, കുറച്ച് വറുത്ത മീനുണ്ട്, കുറച്ച് മീൻ അവിടെ. ഞാൻ എപ്പോഴും മീനും ചിക്കനൊക്കെ ഇങ്ങനെ ലാസ്റ്റ് കുറച്ച് മാറ്റി വെക്കും, അത് തന്നെ കഴിക്കാൻ വേണ്ടി ചോറ് കഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ എല്ലാം കഴിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതൊക്കെ നിങ്ങളും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും എന്ന് ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഓക്കെ, ബൈ ബൈ, ടാറ്റാ, സി യു. വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.